السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين، والصلاة والسلام على رسول الأمين وعلى آله وأصحابه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي. آمين رب العالمين. പ്രിയപ്പെട്ട സത്യവിശ്വാസികൾ, ഷെയ്ഖുൽ ഇസ്ലാം ഇമാമുദ്ദഅവ മുഹമ്മദ് ബിൻ അബ്ദുൽ വഹാബ് റഹിമഹുള്ളയുടെ കിതാബ് തൗഹീദ് എന്നുള്ള ഗ്രന്ഥത്തിൽ കഴിഞ്ഞ ദർസിൽ നാം സിഹറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബാണ് വായിച്ചത്. ബാബു മാ ജാഅ ഫി സിഹർ. സിഹർ ഷിർക്കിൽപ്പെട്ടതാണ്, അല്ലെങ്കിൽ സിഹറിന്റെ അടിസ്ഥാനം എന്നുള്ളത് ഷിർക്കാണ് എന്നുമായി ബന്ധപ്പെട്ടിട്ടുള്ള ബാബാണ് വായിച്ചത്. അതിലെ ആയത്തുകളും ഹദീസുകളും എല്ലാം പറഞ്ഞു. അതിനെ തുടർന്നുള്ള അതിന്റെ സഅദിയുടെ ശർഹ് നമ്മൾ വായിച്ചിട്ടില്ല, കാരണം അതിനെ തുടർന്നുള്ള ബാബിന്റെ കൂടി ചേർത്തിട്ടാണ് ഇമാം സഅദി റഹിമഹുള്ള ഇതിനെ ശർഹ് ചെയ്തിട്ടുള്ളത്. അടുത്ത ബാബ് സിഹറുമായി ബന്ധപ്പെട്ടത് തന്നെയാണ്. ബാബു ബയാനി ഷൈഇൻ മിൻ അൻവാഇസ് സിഹർ. സിഹറിന്റെ ഇനങ്ങളെ സംബന്ധിച്ച് വിശദീകരിക്കുന്നത് എന്നാണ് ഈ ബാബുമായി ബന്ധപ്പെട്ട് പറയുന്നത്. അപ്പൊ കഴിഞ്ഞ ബാബിൽ സിഹറിന്റെ പ്രധാന അടിസ്ഥാനം എന്നുള്ള ഷിർക്കാണ്. കാരണം അതിൽ അൽ-ഇസ്തിആനതു ബിശ്ശയാത്തീൻ, പിശാചുക്കളോട് സഹായം ചോദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അവയിലേക്ക് സാമീപ്യം നേടാൻ വേണ്ടിയിട്ടുള്ള കർമ്മങ്ങളും അതുപോലെയുള്ള കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. അതിന്റെ അടിസ്ഥാനത്തിൽ ഷിർക്കാണെന്ന് പറഞ്ഞു. ഈ ബാബിൽ പറയുന്നത് ഷിർക്കുൻ അക്ബർ ആകാത്ത, മില്ലത്തിൽ നിന്ന് പുറത്തു പോകുന്ന ഷിർക്കുൻ അക്ബർ ആകാത്ത, എന്നാൽ വസീലത്തു ഷിർക്കായിട്ടും ഷിർക്കിലേക്ക് അടുക്കുന്നതുമായിട്ടുള്ള ചില കാര്യങ്ങളെ സിഹർ എന്ന പേരിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഇസ്തിആനത്ത് ബിൽ ജിന്നോ അല്ലെങ്കിൽ ഷൈത്താനോ സംബന്ധിച്ച് ഷിർക്കുൻ അക്ബർ ആയിട്ടുണ്ടാകില്ല. പക്ഷേ അത് ആ ഷിർക്കുൻ അക്ബറിലേക്കുള്ള വസീല അല്ലെങ്കിൽ അതിലേക്ക് അടുപ്പിക്കുന്ന നിലക്കുള്ള കാര്യങ്ങളായിട്ടുള്ള ഷിർക്കുണ്ട്. കൺകെട്ട് വിദ്യകളിൽ ചിലത്, അങ്ങനെ അതുപോലെയുള്ള ചില ഷിർക്കിന്റെ ഇനങ്ങൾ. അതിൽ തന്നെ മറ്റു ചില കാര്യങ്ങളെയും സിഹർ എന്നുള്ള പേരിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ചില കാര്യങ്ങൾ അതിന്റെ ഗൗരവത്തെ അറിയിക്കാൻ വേണ്ടി സിഹർ എന്നുള്ള പേരിൽ അതിനെ, അല്ലെങ്കിൽ സിഹറിനോട് സാദൃശ്യം തോന്നുന്നത് കൊണ്ട് സിഹർ എന്ന പേരിൽ പറഞ്ഞിട്ടുണ്ട്. ആ കാര്യങ്ങളാണ് ഈ ബാബിൽ ഇബ്നു അബ്ദുൽ വഹാബ് റഹിമഹുള്ള അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള അസറുകളും ആയത്തുകളും ഹദീസുകളും എല്ലാമാണ് ഈ ബാബിൽ കൊടുക്കുന്നത്. ഈ ബാബിലെ ആദ്യത്തേത് ഒരു ഹദീസാണ്. ഖാല അഹ്മദ് ബിൻ ഹംബൽ റഹിമഹുള്ള പറഞ്ഞു, ഹദ്ദസനാ മുഹമ്മദ് ബിൻ ജഅഫർ قال حدثنا عوف عن حيان بن العلاء قال حدثنا قطن بن قبيصة عن أبيه أنه سمع النبي صلى الله عليه وسلم قال. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഉദ്ധരിക്കുന്ന ഒരു ഹദീസ്, അതിന്റെ സനദ് ഇമാം അഹ്മദ് കൊടുത്തിരിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നൽ ഇയാഫത വത്തർഖ വത്തിയറത മിനൽ ജിബ്തി. ഇതിൽ ചില വാക്കുകൾ വന്നു, അതിന്റെ വിശദീകരിച്ചുകൊണ്ടുള്ള ആശയവും ഇതിൽ തന്നെയുണ്ട്. قال عوف العيافة زجر الطير. ഇയാഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് ഇയാഫത്തും തൊർക്കും തീറത്തും മിനൽ ജിബ്ത്, ജിബ്ത്തിൽ പെട്ടതാണ് എന്നാണ്. ജിബ്ത്ത് എന്ന് പറഞ്ഞാൽ സിഹറിന്റെ മറ്റൊരു പേരായിട്ട് പറയുന്നതാണ് ജിബ്ത്ത് എന്നുള്ളത്. അപ്പൊ അതിൽ പെട്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ എന്ന് പറഞ്ഞു. ഇനി എന്താണ് ഇയാഫത്ത്? ഇയാഫത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സജ്റുത്തൊയ്രി സജ്റുത്തൊയ്ർ, അഥവാ പക്ഷികളെ ഇളക്കി വിട്ടുകൊണ്ട്, ഇപ്പൊ അന്ന് കാലത്തുണ്ടായിരുന്ന ചില ശകുനം നോക്കലിന്റെ രീതിയാണ് പക്ഷികളെ പറത്തിവിട്ട് ആ പക്ഷികൾ കൊണ്ടുവന്നു തരുന്ന കാര്യവുമായി ബന്ധപ്പെട്ട് അവന്റെ നല്ലതാണോ ചീത്തതാണോ തീരുമാനിക്കുക. അല്ലെങ്കിൽ പക്ഷികൾ വലത്തോട്ട് പോയാൽ നല്ലതാണ്, ഇടത്തോട്ട് പോയാൽ നല്ലതല്ല, അങ്ങനെയെല്ലാം തീരുമാനങ്ങൾ എടുക്കുന്നതിന് ഒരു രീതി ഉണ്ടായിരുന്നു. അതിനാണ് ഇയാഫത്ത് എന്ന് പറയുന്നത്. ത്വർക്ക് എന്ന് പറഞ്ഞാൽ അൽ ഖത്തു യുഖത്തു ബിൽ അർദ്, മണ്ണിൽ ഇങ്ങനെ കളം വരച്ചുകൊണ്ട് നടത്തുന്ന ഒരു തരം കാര്യമായിരുന്നു. സിഹറിനോട് സാദൃശ്യം തോന്നുന്ന കളം വരച്ചു നോക്കിയിട്ട് ഇന്നെ വന്നാൽ ഇങ്ങനെയാണ്, ഇന്നെ വന്നാൽ ഇങ്ങനെയാണ്, നല്ലതാണ് ചീത്തതാണ് എന്നെല്ലാം പറയുന്ന ഒരു ഇൽമാണത്. അങ്ങനത്തെ ഒരു അറിവുണ്ടായിരുന്നു. അത് യാതൊരു അടിസ്ഥാനം ഉണ്ടാവില്ല, പക്ഷെ കളം വരച്ചിട്ട് ഇത് ഇങ്ങനെ വന്നാൽ അങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യുന്ന രീതി, അതാണ് ത്വർക്ക്.
തിയറത്തി എന്ന് പറഞ്ഞാലും അയാഫത്ത് പോലെ തന്നെ പക്ഷിയെ വിട്ടുകൊണ്ട് ചെയ്യുന്നത്. മിനൽ ജിബ്തി, ജിബ്തിൽ പെട്ടതാണ്. വൽ ജിബ്തു ഖാൽ ഹസൻ റന്നത്തു ശൈത്താൻ ഇസ്നാദുഹു ജയ്യിദുൻ. ജിബ്തി എന്ന് പറഞ്ഞാൽ റന്നത്തു ശൈത്താൻ, ശൈത്താനിന്റെ മണിനാദം പോലെ അല്ലെങ്കിൽ സിഹറിന്റെ മറ്റൊരു രീതിയാണ് ജിബ്തി എന്ന് പറയുന്നത്. അപ്പോ ഈ പക്ഷികളെ വെച്ച് ശകുനം നോക്കുക, അതുപോലെ തന്നെ കളം വരച്ചിട്ട് നന്മയും തിന്മയും അല്ലെങ്കിൽ എന്താണ് എനിക്ക് നല്ലത് എനിക്ക് എന്താണ് ദോഷം അങ്ങനെ നോക്കുക, അതുപോലെ തന്നെ ഈ തരത്തിലുള്ള കാര്യങ്ങൾ ജിബ്തിൽ പെട്ടതാണ് അഥവാ സിഹറിൽ പെട്ടതാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞതാണ് ഈ ഹദീസിൽ കൊടുത്തിട്ടുള്ളത്. അപ്പോ ഈ തരത്തിൽ കാര്യങ്ങളെയും സിഹറാണ് എന്ന നിലയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പരാമർശിച്ചിട്ടുണ്ട്. ഇത് ശിർക്കുൻ അക്ബർ ആയിട്ടുള്ള കാര്യങ്ങളല്ല, അത് ശിർക്കുൻ അസ്ഗർ എന്നല്ല, വസീലത്തു ഷിർക്ക്, ഷിർക്കുൻ അക്ബറിലേക്ക് എത്തിക്കുന്ന അല്ലെങ്കിൽ അതിനോട്ട് അടുത്ത് നിൽക്കുന്ന ഗൗരവമുള്ള കാര്യങ്ങളാണ് ഇങ്ങനെ ഈ തരത്തിൽ ശകുനം നോക്കുക അതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളത്. അപ്പോ ഇത് സിഹറിന്റെ ഇനമാണ് എന്നും അത് തൗഹീദിനെ തകർത്ത് കളയുന്ന കാര്യമാണ് എന്നും ഈ ഹദീസിലൂടെ മനസ്സിലാക്കാം. അടുത്തത് വഅൻ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ ഇഖ്തബസ ശുഅബതൻ മിനൻ നുജൂമി, ആരെങ്കിലും ഒരു ഭാഗം, ഒരു ഓഹരി, മൻ ഇഖ്തബസ ആരെങ്കിലും എടുക്കുകയാണ് ഒരു ഓഹരി, മിനൻ നുജൂമി, നുജൂമ എന്ന് പറഞ്ഞാൽ പൊതുവെ നക്ഷത്രങ്ങൾ എന്നുള്ള അർത്ഥമാണ്. പക്ഷെ ഇവിടെ ഉദ്ദേശിക്കുന്നത് ആസ്ട്രോളജി എന്ന് പറയുമല്ലോ, നക്ഷത്രങ്ങളെ കൊണ്ട് നമുക്ക് ഗുണമുണ്ട്, അല്ലെങ്കിൽ അത് ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്ത് വന്നാൽ ഇവിടെ ഭൂമിയിൽ ഒരാൾക്ക് ഇന്ന പോലെ നന്മയുണ്ടാകും, അല്ലെങ്കിൽ ഇന്ന പോലെ മഴ വർഷിക്കും, അല്ലെങ്കിൽ ആ തരത്തിലുള്ള നക്ഷത്രങ്ങളെ വെച്ച് നടത്തുന്ന ഒരു തരം ജ്യോതിഷം. അങ്ങനെയുള്ള ഇതിൽ നിന്ന് ആരെങ്കിലും എടുത്തു കഴിഞ്ഞാൽ, ആ ഇൽമു പഠിച്ചു കഴിഞ്ഞാൽ, നേടിക്കഴിഞ്ഞാൽ ഫഖദ് ഇഖ്തബസ ശുഅബതൻ മിനസ് സിഹ്രി, അത് അവൻ എടുത്തിട്ടുള്ളത് സിഹറിൽ നിന്ന് ഒരു ഓഹരിയാണ്, സിഹറിന്റെ ഒരു ഓഹരിയാണെന്ന് പറഞ്ഞു. സാദ മാ സാദ, അവൻ എത്രയാണോ അത് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് പഠിക്കുന്നത് അതിനനുസരിച്ച് ആ സിഹറിന്റെ ഭാഗവും അവനിൽ വർദ്ധിക്കുന്നു എന്നുള്ളത്. ഇവിടെ നക്ഷത്രങ്ങൾ കാരണമാണ്, അതാണ് അടിസ്ഥാന കാരണം ഈ മഴ പെയ്യാനും അല്ലെങ്കിൽ നന്മ വരാനും എല്ലാം എന്ന് ചിന്തിക്കുകയാണെങ്കിൽ, വിശ്വസിക്കുകയാണെങ്കിൽ ശിർക്കുൻ അക്ബറാണ്. എന്നാൽ അത് ചില അടയാളങ്ങളാണ്, അത് വസീലകളാണ് എന്നെല്ലാം ചിന്തിച്ചാൽ അത് വസീലത്തു ശിർക്കായിട്ടും മാറും. അപ്പൊ അങ്ങനെയുള്ള ആ പഠനം, ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്ത് വന്നാൽ ഇന്ന പോലെയുള്ള ഗുണങ്ങൾ ഉണ്ടാകും, ഇന്ന പോലെ നേട്ടങ്ങൾ ഉണ്ടാകും, അങ്ങനെയുള്ള കാര്യങ്ങൾ ജ്യോതിഷവുമായി ബന്ധപ്പെട്ടുള്ള ആ തരത്തിലുള്ള ഒരു പഠനം, അതാണ് അടിസ്ഥാനം എന്ന് പറഞ്ഞാൽ ശിർക്കുൻ അക്ബർ ആവും. അതല്ലാതെ അതിനെക്കുറിച്ചുള്ള ഈ പഠനം പഠിക്കുന്നത് വസീലത്തു ശിർക്കാണ്, അത് സിഹറായിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുള്ളത്. അത് എത്രത്തോളം ഒരാൾ കൂടുതൽ പഠിക്കുന്നുവോ അത്രത്തോളം അവൻ സിഹറിന്റെ ഓഹരിയാണ് പഠിക്കുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. കാരണം അത് ഇൽമുൽ ഗൈബ്, ഇപ്പൊ നാളെ മഴ പെയ്യോ അല്ലെങ്കിൽ നാളെ വേറെ എന്തെങ്കിലും സംഭവിക്കുകയോ ഇന്ന ആൾക്ക് ഇന്ന പോലെ ഉണ്ടാകുമോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാദിക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ സിഹറിന്റെ ഇനങ്ങളിൽ പെട്ട ഒന്നാണ് ഈ ജ്യോതിഷം പോലെയുള്ള നക്ഷത്രങ്ങൾക്ക് ഇവിടെ സ്വാധീനമുണ്ട് എന്നുള്ള നിലക്കുള്ള ആ തരത്തിലുള്ള ഇൽമു പഠിക്കലും അത് പ്രവർത്തിക്കലും. വലിനസാഇ മിൻ ഹദീസ് അബീ ഹുറൈറ, മറ്റൊരു ഹദീസ് കൊടുക്കുന്നത് അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നതാണ്. മൻ അഖദ ഉഖദതൻ ثم نفث فيها فقد سحر, ആരെങ്കിലും ഒരു കെട്ടിടുകയും ഒരു കെട്ട് നൂലിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള ഒരു കെട്ടിട്ടുകൊണ്ട് അതിൽ എന്തെങ്കിലും മന്ത്രിച്ചുകൊണ്ട് ഊതുകയും ചെയ്യുകയാണെങ്കിൽ ഫഖദ് സഹറ, അവൻ സിഹർ ചെയ്തിരിക്കുന്നു എന്ന്. അതും സിഹറിന്റെ ഒരു ഇനത്തിൽപ്പെട്ടതാണ്. ഇതെല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇത് അതിന്റെ മേലെ പൂർണ്ണമായി ആശ്രയിച്ചുകൊണ്ട് അതുകൊണ്ടാണ് നന്മയും എനിക്ക് ഗുണവും ദോഷവും എല്ലാം ഉണ്ടാകുമെന്ന് വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് ശിർക്കുൻ അക്ബർ ആവും. എന്നാൽ അത് ഒരു മാർഗമാണ്, ഒരു വസീലയാണ് എന്ന് വിചാരിക്കുകയാണെങ്കിൽ വസീലത്ത് ശിർക്കുമാകും. അപ്പൊ അങ്ങനെ ഈ കെട്ടിട്ടുകൊണ്ട് അതിലൂതി അത് മേത്തെവിടെയെങ്കിലും കെട്ടിയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും കാര്യം ചെയ്തു കഴിഞ്ഞാൽ അതുകൊണ്ട് ഇന്നതിന് കാരണമാകും, ഒരു സാധ്യതയുണ്ട് എന്ന നിലക്കൊക്കെ ചെയ്തു കഴിഞ്ഞാൽ അത് സിഹറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഇതൊരിക്കലും പിശാചിനോട് സഹായം ചോദിച്ചുകൊണ്ടുള്ള അടിസ്ഥാനപരമായിട്ടുള്ള ശിർക്കായതുകൊണ്ട്, സിഹറായതുകൊണ്ടല്ല ഇത് പറയുന്നത്, പക്ഷേ സിഹറിനോട് സാദൃശ്യമുള്ള കാര്യങ്ങളായതുകൊണ്ടാണ്. വമൻ സഹറ ഫഖദ് അശ്റക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ആരാണോ സിഹർ ചെയ്യുന്നത് അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞു. ആരാണോ സിഹർ ചെയ്തത് അവൻ ശിർക്ക് ചെയ്തിരിക്കുന്നു.
വമൻ തഅല്ലഖ ഷൈഅൻ വുകില ഇലൈഹി, ആരെങ്കിലും എന്തെങ്കിലുമായിട്ട് എന്തെങ്കിലുമൊക്കെ ചേർക്കപ്പെട്ടാൽ പിന്നീട് അതിന്റെ മേലെ ആശ്രയിക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. നമ്മുടെ നാടുകളിലൊക്കെ ഇപ്പോൾ ഏലസോ ഉറുക്കോ ഇതുപോലുള്ള കെട്ടുകളൊക്കെ കെട്ടുന്ന ആളുകളുണ്ടാവും. അപ്പൊ അത് കെട്ടിയിട്ട് അവരതിന്റെ മേലെ ആശ്രയിക്കുകയാണ്. ഇതുണ്ടെങ്കിൽ എനിക്ക് നന്മ വരും, ഇതില്ലെങ്കിൽ എനിക്ക് ദോഷമാണ്, അങ്ങനെയൊക്കെ വിശ്വസിച്ച് ജീവിക്കുകയാണ് എങ്കിൽ അതിലേക്ക് തന്നെ ആശ്രയിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് ഉണ്ടാവുക. അവന് വേറൊരു ഖൈറോ അല്ലെങ്കിൽ വേറൊന്നും അല്ലാഹു സുബ്ഹാനഹു വ തആലയിൽ നിന്ന് ആശ്രയിക്കുന്ന അവസ്ഥയില്ലാതെ അതിന്റെ മേലെ മാത്രം കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയാണ് ഉണ്ടാവുക എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. ഇതൊക്കെ സിഹറിന്റെ വ്യത്യസ്ത ഇനങ്ങളാണ്. ഇപ്പോൾ ജ്യോതിഷം ഒരു ഇനമാണ്, പക്ഷികളെ ഇളക്കി ഇട്ടുകൊണ്ട് നോക്കുന്നത് ഒരു ഇനമാണ്, അതുപോലെ കളം വരയ്ക്കുന്ന ഒരു ഇനമാണ്, അതുപോലെ ഈ കെട്ടുകൾ കെട്ടിക്കൊണ്ട് നൂലിലോ മറ്റെല്ലാം കെട്ടുകൾ കെട്ടിക്കൊണ്ട് അതിൽ പ്രത്യേകമായിട്ടുള്ള ചില കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഊതുകയും അത് ശരീരത്തിൽ എവിടെയെങ്കിലും കെട്ടിയിടുകയും അങ്ങനെ അതിൽ നിന്ന് പിന്നെ രക്ഷയും ദോഷവും എല്ലാം പ്രതീക്ഷിക്കുന്ന, ദോഷത്തിൽ നിന്ന് സംരക്ഷണവും അതുപോലെ ഗുണവും എല്ലാം പ്രതീക്ഷിക്കുന്ന അവസ്ഥ, അങ്ങനെ പല രീതികൾ വ്യത്യസ്തമാണ്. ഇത് ശിർക്കുൻ അക്ബറിന്റെ ഇനത്തിലും ഉണ്ട് കേട്ടോ. ശിർക്കുൻ അക്ബർ ആകുന്ന ജിന്നിനോട് സഹായം തോന്നുന്ന രീതിയിലും സാഹിറന്മാരുടെ രീതിയാണ് ഇതുപോലെയുള്ള കെട്ടുകൾ കെട്ടിക്കൊണ്ട് ആളുകളുടെ ശരീരത്തിലോ അല്ലെങ്കിൽ സിഹർ ചെയ്യുന്ന വസ്തുവിലോ എല്ലാം കെട്ടിയിടുക എന്നുള്ളതൊക്കെ സിഹറിന്റെ ഒരു രീതികളിൽ പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ശിർക്കിന്റെ ഇനമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുണ്ട്. അടുത്ത ഹദീസ് وعن ابن مسعود رضي الله عنه أن رسول الله صلى الله عليه وسلم قال ابن مسعود رضي الله عنه പറയാണ്, ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അലാ ഹൽ ഉനബ്ബിഉകും മൽ അദ്ഹു, ഞാൻ നിങ്ങളെ അറിയിക്കട്ടെയോ, എന്താണ് അദ്ഹ് എന്ന് ഞാൻ അറിയിക്കട്ടെയോ എന്ന് ചോദിച്ചു. അപ്പോൾ സഹാബികൾ എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഹിയ അന്നമീമത്തുൽ ഖാലതു ബൈനൻ നാസ്, ജനങ്ങൾക്കിടയിൽ ഏഷ്യന് പറഞ്ഞുണ്ടാക്കുന്നതിനാണ് അദ്ഹ് എന്ന് പറയുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഈ അദ്ഹ് എന്നുള്ള പദം സിഹറിന് ഉപയോഗിക്കുന്ന ഒരു വാക്കാണ്. അദ്ഹ് എന്നുള്ള പദത്തിന്റെ അർത്ഥത്തിൽ പെട്ടതാണ് സിഹർ എന്നുള്ളത്. അപ്പൊ ഇവിടെ പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ അന്നമീമത്തു അൽഖാലത്തു ബൈനന്നാസ്, അദ്ഹ് എന്നുള്ളത് നമീമത്താണ്, ജനങ്ങൾക്കിടയിൽ ഏഷ്യന് പരത്തുന്നതാണ് എന്ന് അതിനെ വിശദീകരിക്കുകയും ചെയ്തു. അപ്പൊ എന്താണ് അതുകൊണ്ടുള്ള ഉദ്ദേശം? കാരണം സിഹറിന്റെ പ്രധാനപ്പെട്ട ഒരു ഇനത്തിൽപ്പെട്ട കാര്യമാണ് ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കുക എന്നുള്ളത്. ഇപ്പൊ ഭാര്യ ഭർത്താക്കന്മാരെ തെറ്റിക്കുക, അവരെ പിരിക്കുക, അല്ലെങ്കിൽ പരസ്പരം സ്നേഹിക്കുന്ന കുടുംബക്കാരെയും സുഹൃത്തുക്കളെയും തെറ്റിക്കുക, ഇത് സിഹറിന്റെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇപ്പോൾ ഖുർആനിൽ തന്നെ സിഹറിനെ പറ്റി പറഞ്ഞപ്പോൾ ആ സിഹർ ഏറ്റവും അധികം ആദ്യകാലത്ത് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത് ഭാര്യ ഭർത്താക്കന്മാരെ പരസ്പരം തെറ്റിക്കുന്ന വേണ്ടിയിട്ടായിരുന്നു. അപ്പൊ ഏഷ്യനെ അതുപോലെ തന്നെയാണ്. ഏഷ്യനി എന്ന് പറഞ്ഞാൽ എന്താ? ഒരാളെ പറ്റിയിട്ട് വേറെ ആൾക്ക് പോയി പറയാ, അങ്ങനെ പ്രശ്നം ആളുകൾക്കിടയിൽ പറഞ്ഞ് പ്രശ്നമുണ്ടാക്കി പരസ്പരം തെറ്റിക്കുന്ന അവസ്ഥയാണ് ഏഷ്യനി എന്ന് പറഞ്ഞത്. അതുകൊണ്ടാണ് ഈ തരത്തിൽ പറയാനുള്ള കാരണം. അതുപോലെ തന്നെ ഈ ഭിന്നിപ്പുണ്ടാക്കുന്നത് അതുപോലെയുള്ള കാര്യങ്ങൾ ഈ നമീമത്തിലൂടെ നടക്കുന്നത് കൊണ്ട് സിഹർ എന്നുള്ള പദത്തിനകത്ത് വരുന്നൊരു കാര്യം തന്നെയാണ് നമീമത്ത്. അതുകൊണ്ടാണ് അദ്ഹ് എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ സിഹറാണ്. അദ്ഹ് എന്ന് പറഞ്ഞാൽ ഉദ്ദേശം സിഹറാണ്, പക്ഷേ അത് നമീമത്താണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്. ആ സിഹറിനോട് സാദൃശ്യപ്പെടുന്ന ഒരു കാര്യമാണ് നമീമത്ത് എന്നുള്ളത്. ഒരാളിൽ നിന്ന് ഒരു വാക്ക് കേട്ട് അത് വേറെ രീതിയിൽ പറഞ്ഞു കൊടുത്ത് ആളുകൾക്കിടയിൽ പ്രശ്നമുണ്ടാക്കുക, പരസ്പരം തെറ്റിക്കുക എന്നുള്ളത്. ഇതന്നെയാണ് സാഹിറന്മാരും ചെയ്യുന്ന ജോലി. അതുകൊണ്ട് തന്നെ സിഹറിന്റെ ഇനത്തിൽപ്പെട്ട ഒരു കാര്യമാണ് നമീമത്ത് എന്ന് ഈ ഹദീസിലൂടെ മനസ്സിലാക്കാം. ولهما عن ابن عمر رضي الله عنهما أن رسول الله صلى الله عليه وسلم قال, സഹീഹ് ബുഖാരിയിലും മുസ്ലിമിലും ഉദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു ഹദീസിൽ ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുമ പറയുന്നു, അന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല ഇന്ന മിനൽ ബയാനി ലസിഹ്റൻ, സംസാരത്തിൽ ഒരു സിഹറുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. ഈ സിഹർ എന്ന് പറഞ്ഞാൽ അതിന്റെ അടിസ്ഥാനം എന്താ? ആളുകളുടെ വീക്ഷണത്തെ തെറ്റിക്കുക, ആളുകളുടെ ചിന്താഗതിയെ മാറ്റുക, അവരുടെ ബുദ്ധിയെ കൺട്രോൾ ചെയ്യുക, ഇതൊക്കെ സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതാണ്. അപ്പൊ അങ്ങനെ ഒരു സിഹറിന്റെ ഇനത്തിൽപ്പെട്ടതാണ് ചില ആളുകൾക്കുണ്ടാകുന്ന സംസാര വൈഭവം എന്നുള്ളത്. കാരണം വളരെയധികം ഫസാഹത്തോടുകൂടി ബലാഗോടുകൂടി പിന്നെ എന്താ പറയാ
വാക്ചാതുര്യത്തോടു കൂടി അല്ലെങ്കിൽ സംസാര വൈഭവത്തോടു കൂടി ചില ആളുകൾക്ക് മറ്റുള്ളവരുടെ മനസ്സിനെ നിയന്ത്രിക്കാൻ സാധിക്കും. അഥവാ ഒരാൾ തീരുമാനം എടുത്തിട്ടുണ്ട്, പക്ഷെ ഒരാളുടെ സംസാരം കൊണ്ട് അവന്റെ മനസ്സിന്റെ ആ തീരുമാനത്തെ മാറ്റിയെടുക്കാൻ സാധിക്കുക, അങ്ങനെയുള്ള സംസാര വൈഭവം ഉണ്ടാവും. അത് സിഹറാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയാം. അല്ലെങ്കിൽ സംസാരത്തിൽ സിഹറിന്റെ ചില ഭാഗങ്ങളുണ്ട്. ഇത് ഒരു കുറ്റമായിട്ടുള്ള ഒരു കാര്യമായതുകൊണ്ടല്ല, അല്ലെങ്കിൽ അതൊരു തെറ്റായ രീതിക്കാവുമ്പോൾ അതിന്റെ തെറ്റുണ്ടാകും. പക്ഷേ സിഹർ എന്നുള്ള പദം ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇതിന് ഉപയോഗിക്കാറുള്ളത് ഇതിനെ തെറ്റായ രീതിയിൽ ഉപയോഗിക്കുന്ന ചില അവസ്ഥകൾ ഉണ്ടാവും. ചില തൽബീസുകൾ ഉണ്ടാക്കാൻ, ഇപ്പൊ ദീനിന്റെ വിഷയത്തിൽ ചില ശുബ്ഹത്തുകൾ ഇട്ടുതരാൻ, അടിസ്ഥാന വിശ്വാസങ്ങളിൽ തന്നെ സംശയമുണ്ടാക്കാൻ, അതുപോലെയുള്ള കാര്യങ്ങൾക്ക് സംസാരത്തിൽ വൈഭവമുള്ള ആളുകൾ വളരെയധികം ഫിത്ന ഉണ്ടാക്കുന്ന ബാത്തിലായ കാര്യങ്ങളെ ഹക്കായിക്കൊണ്ടും ഹക്കായ കാര്യങ്ങളെ ബാത്തിലായിക്കൊണ്ടൊക്കെ കാണിക്കാൻ ചില ആളുകൾക്ക് സംസാരത്തിലൂടെ കാണിക്കും. അപ്പൊ അത് സിഹറിന്റെ ഒരു ഭാഗമാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. ഇതുപോലെ തന്നെ ചില പണ്ഡിതന്മാർ സിഹറുമായി ബന്ധപ്പെട്ട് സൂചിപ്പിച്ചിട്ടുള്ള കാര്യമാണ് ഈ ആധുനിക കാലത്തുള്ള ഒന്നുകൂടി വ്യാപിച്ചിട്ടുള്ള സിനിമ, സംഗീതം, അതുപോലെയുള്ള കാര്യങ്ങളൊക്കെ. ഇതൊക്കെ സിഹറാണ് എന്ന നിലക്ക് പറഞ്ഞു കാണാം. കാരണം ഒരു സമൂഹത്തിന്റെ മൊത്തം ചിന്താഗതിയെ കൺട്രോൾ ചെയ്യാൻ, അതിനെ നിയന്ത്രിക്കാൻ ഈ സിനിമകൾക്കും സംഗീതത്തിനുമെല്ലാം സാധിക്കുന്ന സാഹചര്യമുണ്ട്. ഇപ്പൊ നമ്മുടെ നാടുകളിൽ കാണാം. ഇപ്പോൾ യുവാക്കളുടെ ഇടയിലൊക്കെ ഏതെങ്കിലും ഒരു വസ്ത്രം അവർക്ക് മോഡലായിട്ട് ഇറങ്ങണമെങ്കിൽ, ട്രെൻഡായിട്ട് ഇറങ്ങണമെങ്കിൽ ഒരു സിനിമയിൽ കണ്ടാൽ മതി. കാരണം അവരുടെ മനസ്സിനെ അത് സ്വാധീനിക്കും. അല്ലെങ്കിൽ ഇതുപോലുള്ള ഈ സിനിമ പോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ അതിലുള്ള ഓരോ കാര്യങ്ങളും, അതിലിപ്പോ പ്രണയമാവട്ടെ, വ്യഭിചാരമാവട്ടെ, കൊലപാതകമാവട്ടെ, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങളും അത് ആളുകളുടെ മനസ്സിനെ സ്വാധീനിക്കുകയും അതനുസരിച്ചുള്ള പ്രവർത്തനങ്ങൾ അവർ ചെയ്യുന്ന അവസ്ഥയിലേക്ക് എത്തുന്നത് കാണാം. ഇതാണ് സിഹർ കൊണ്ട് ചെയ്യുന്ന കാര്യം. ഇതൊരു തരത്തിലുള്ള സിഹറാണ് എന്ന് പല പണ്ഡിതന്മാരും സൂചിപ്പിച്ച് കാണാം. സംഗീതം അതുപോലെ തന്നെയാണ്. സംഗീതം എന്നുള്ളത് ഒരാളുടെ ഉള്ളിലെ വൈകാരികതകളെ അതിനനുസരിച്ച് എന്താണോ ആ സംഗീതം കൊണ്ട് ഉദ്ദേശിക്കുന്നത് അതനുസരിച്ച് അത് മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ ഇതുപോലെയുള്ള കാര്യങ്ങളൊക്കെ ഈ സിഹറിന്റെ ഭാഗമായി വരുന്നതാണ്. അതായത് ഉദ്ദേശിപ്പോ സിനിമ ഉണ്ടാ ശിർക്ക് ചെയ്തു എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത് ഇവിടെ സംസാരത്തിൽ സിഹറുണ്ട് എന്ന് പറഞ്ഞ രീതിയെ ഇതുപോലെയുള്ള ഓരോ ആളുടെ മനസ്സിനെ സ്വാധീനിക്കുന്ന, അതിനെ മറ്റുള്ളവരുടെ ആ താല്പര്യത്തിന് വേണ്ടി കൺട്രോൾ ചെയ്യാൻ പറ്റുന്ന രീതികളൊക്കെ ഈ സിഹറിന്റെ ഇനത്തിലായി കൂട്ടുന്ന കാര്യങ്ങളാണ്. അഥവാ വ്യത്യസ്ത അതിന്റെ ശാഖകളായി മാറുന്നതാണ്. അപ്പൊ സിഹർ ഷിർക്കുൻ അക്ബർ ആകുന്നതുമുണ്ട്, വസീലത്ത് ഷിർക്കായി ഷിർക്കിലേക്ക് അടുത്ത് നിൽക്കുന്ന അവസ്ഥയിലുമുള്ള സിഹറിന്റെ ഇനങ്ങളുമുണ്ട്. അങ്ങനെ ചില വൻപാപങ്ങൾ, ഇപ്പൊ നമീമത്ത് പോലെയുള്ള ഗൗരവമുള്ള കാര്യങ്ങളെയും സിഹർ എന്ന പേരിൽ തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞിട്ടുണ്ട്. ഇനി ഈ രണ്ട് ബാബുകളുടെയും ഇമാം സഅദി റഹിമഹുല്ലാഹ് അദ്ദേഹത്തിന്റെ അൽ ഖൗലു സദീദ് എന്നുള്ള കിതാബിൽ നൽകിയിട്ടുള്ള ഷർഹ്, കിതാബ് തൗഹീദിന്റെ അദ്ദേഹത്തിന്റെ ഷർഹിൽ കൊടുത്തിട്ടുള്ള ഭാഗമാണ് നമ്മൾ വായിക്കുന്നത്. ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്, ബാബു സിഹർ വ ബാബു ഷൈഇൻ മിൻ അൻവാഇ സിഹർ. ഈ രണ്ട് ബാബുകൾ. وجه إدخال السحر في أبواب التوحيد أن كثيرا من أقسامه لا يتأتى إلا بالشرك والتوصل بالأرواح الشيطانية إلى مقاصد الساحر. സിഹർ എന്നുള്ളത് തൗഹീദിന്റെ ഈ ബാബുകളിൽ അല്ലെങ്കിൽ കിതാബ് തൗഹീദിന്റെ ഈ കിതാബിൽ കൊടുക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന കസീറൻ മിൻ അഖ്സാമിഹി, അതിന്റെ ധാരാളം ഇനങ്ങൾ ലാ യതഅത്താ ഇല്ലാ ബിശ്ശിർക്ക്, ഷിർക്ക് കൊണ്ടല്ലാതെ ചെയ്യാൻ സാധിക്കുകയില്ല. സിഹറിന്റെ ധാരാളം ഇനങ്ങൾ ഷിർക്ക് കൊണ്ടല്ലാതെ സംഭവിക്കുകയില്ല. വതവസ്സുൽ ബിൽ അർവാഹി ശൈത്താനിയ ഇലാ മഖാസിദ് സാഹിർ, സാഹിറിന്റെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി പിശാചുക്കളോട് അടുക്കുന്നതിലൂടെയും അതുപോലെ സാമീപ്യം നേടുന്നതിലൂടെയും കൊണ്ടല്ലാതെ ഈ സിഹർ ചെയ്യാൻ സാധിക്കില്ല എന്നുകൊണ്ടാണ് തൗഹീദിന്റെ ബാബിൽ സിഹറിനെ കുറിച്ച് ചർച്ച ചെയ്യാനുള്ള കാരണം. فلا يتم للعبد توحيد حتى يدع السحر كله قليله وكثيره. ഒരു അടിമ തൗഹീദ് പൂർത്തീകരിക്കുകയില്ല, അല്ലെങ്കിൽ തൗഹീദ് അവന്റെ പൂർണ്ണമാവുകയില്ല സിഹറിന്റെ ചെറുതും വലുതുമായ എല്ലാ ഭാഗങ്ങളും അവൻ ഒഴിവാക്കാതെ. ولهذا قرنه الشارع بالشرك. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലെങ്കിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ സിഹറിനെ ഷിർക്കുമായിട്ട് ചേർത്ത് പറഞ്ഞിട്ടുള്ളത്. ഫസ്സിഹ്റു യദ്ഖുലു ഫിശ്ശിർക്കി മിൻ ജിഹതൈൻ. രണ്ട് രീതിയിലാണ് സിഹർ ഷിർക്കിലേക്ക് പ്രവേശിക്കുന്നത്. അതായത് സിഹർ ഷിർക്കാവുന്നത് രണ്ട് രീതിയിലൂടെയാണ്.
മിൻ ജിഹതി മാ ഫീഹി മിൻ ഇസ്തിഖ്ദാമി الشياطين ومن التعلق بهم. ഒന്നാമത്തെ രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിശാചുക്കൾക്ക് ഖിദ്മത്ത് ചെയ്തുകൊണ്ട് അവരോട് അടുപ്പം നേടിക്കൊണ്ട് അവരോട് ബന്ധം വെച്ചുകൊണ്ടാണ് ഈ കാര്യം ചെയ്യുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞു സിഹർ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിൽ ഒരു ഇൽമാണ്. ആ ഇൽമിന്റെ ഉദ്ദേശം എന്താണ്? ആ ഇൽമ് പഠിച്ച് അതിന്റെ ഒരു പ്രവർത്തനങ്ങൾ ചെയ്യുന്നതിലൂടെ ഓരോ ആളുകൾക്കും ഇപ്പോൾ ഒരു സാഹിറിന് ചിലപ്പോൾ ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു പിശാചുമായിട്ട് ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കും. ആ പിശാച് പറയുന്ന കാര്യങ്ങൾ ഈ ഒരു സാഹിർ ചെയ്യും. ഇപ്പൊ ഒരു അഭിമുഖം അറബിയിൽ ഒരു സാഹിറായിരുന്ന ഒരു വ്യക്തി തൗബ ചെയ്ത് മടങ്ങിയിട്ട് പറഞ്ഞിട്ടുണ്ട് തോന്നുന്നു, ഓർമ്മയില്ല, പറഞ്ഞിട്ട് എങ്ങനെയാണ് സിഹർ പഠിച്ചത് എന്നുള്ളത് പറയുന്നുണ്ട്. അയാളുടെ കുടുംബത്തിൽ ഒരു വ്യക്തിക്ക് സിഹർ അറിയാമായിരുന്നു. അയാൾ മരണപ്പെട്ട സമയത്ത് ഇയാൾക്ക് പഠിക്കണം എന്ന് പറഞ്ഞപ്പോൾ ഇന്ന ഒരു പാറക്കെട്ടിന്റെ ഒരു സ്ഥലത്ത് പോയിട്ട് നീ അവിടെ വട്ടത്തിൽ കല്ലുകൾ വെച്ച് അല്ലെങ്കിൽ ഒരു വട്ടം വരച്ച് അതിന്റെ നടുവിലിരുന്ന് ചില മന്ത്രങ്ങൾ ഉച്ചരിക്കണം, അല്ലെങ്കിൽ ചില വാക്കുകൾ പറയണം, അല്ലെങ്കിൽ പിശാചിനെ ക്ഷണിക്കുന്ന രീതിയിൽ ചെയ്യണമെന്ന് പറഞ്ഞു. അതിന് ഇയാൾ പോയിട്ട് 40 ദിവസത്തോളം ആ വട്ടത്തിൽ പുറത്തു പോകാതെ അവിടെ തന്നെ മലമൂത്ര വിസർജനവും എല്ലാം ആയിക്കൊണ്ട് ചെയ്ത് പിന്നെ പിശാച് ഹാവിറായി ഈ സിഹർ പഠിപ്പിച്ചു കൊടുത്തു. പിന്നെ പിശാച് പറഞ്ഞു നിന്റെ മഹ്റമായിട്ടുള്ള ഒരാളുമായിട്ട് നീ വ്യഭിചരിക്കണം എന്ന് പറഞ്ഞു. അതായത് ഉമ്മയോ മക്കളോ സഹോദരിമാരോ ആയിട്ടുള്ള മഹ്റമായിട്ടുള്ള ആളുകളുമായിട്ട്. വ്യഭിചാരം തന്നെ വലിയ പാപമാണ്, ഇതിലും വലിയൊരു അക്രമമാണ്. അങ്ങനെ അത് ചെയ്യുകയും പിന്നെ ആ ശൈത്താൻ പറയുന്ന ഓരോ കാര്യങ്ങൾ ചെയ്യുകയും ആളുകളെ പിന്നീട് ആളുകൾക്കിടയിൽ ഈ ശൈത്താൻ ഇയാളെ കുറിച്ചിട്ട് എന്ത് കൊടുക്കും? അറിയുന്ന അവസ്ഥ കൊടുക്കും, ഇയാൾക്ക് പല സഹായങ്ങൾ ചെയ്തു കൊടുക്കും. പക്ഷെ ഇയാൾ ശൈത്താൻ പറയുന്നതൊക്കെ കേട്ടോണ്ടിരിക്കണം, ആളുകളെ ശിർക്കിലേക്ക് ക്ഷണിച്ചുകൊണ്ടിരിക്കണം. അങ്ങനെയാണ് ഒരാൾ സിഹറിന്റെ ആ വഴിയിലേക്ക് എത്തിച്ചേരുന്നത് എന്നുള്ളത് ഒരു സിഹറിൽ നിന്ന് തൗബ ചെയ്ത് മടങ്ങിയ ഒരാൾ പറയുകയുണ്ടായിട്ടുണ്ട്. അയാൾ ഇങ്ങനെയാണ് സിഹർ പഠിച്ചത് എന്നുള്ളത്. അപ്പോൾ പിശാചിനെ സേവനം ചെയ്യാതെ അല്ലെങ്കിൽ ശൈത്താൻ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യാതെ ശൈത്താൻ പറഞ്ഞത് അനുസരിക്കാതെ ശൈത്താൻ എന്ത് ചെയ്യില്ല? ഈ നിലയ്ക്ക് ഈ ഒരു അനുസരണ ചെയ്യില്ല. ഈ സിഹറിന്റെ വേറെ ചില രീതികളാണ് നമ്മുടെ നാടുകളിലൊക്കെ ഇന്ന് കാണുന്ന ഈ മെന്റലിസം. ആളുകൾ എന്താണ് ചിന്തിക്കാൻ പോകുന്നത്, എന്താണ് ഇനി അടുത്ത് എന്താണ് വരക്കാൻ പോകുന്നത് എന്നൊക്കെ മുമ്പ് എഴുതുക, മനസ്സിൽ വിചാരിക്കുന്ന കാര്യം ഇവിടെ എഴുതുക, അങ്ങനെ ചില ആളുകൾ ഇറങ്ങിയിട്ടുണ്ട്. അല്ലെങ്കിൽ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലുള്ള കാര്യമാണ് മരിച്ച ആളുകളെ കാണിച്ചു കൊടുക്കുക എന്നുള്ള പേരിൽ മരിച്ചുപോയ ഉപ്പാനെയും വല്യമാനെയും അല്ലെങ്കിൽ ഇവരൊക്കെ വേറൊരാളെ ആ രൂപത്തിൽ ഈ ആൾക്ക് മാത്രം കാണിച്ചു കൊടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ ശൈത്താനിയത്താണ്, പിശാച് ആക്കി കാണിച്ചു കൊടുക്കുന്നതാണ്. ഇതൊക്കെ മൂസാ നബി അലൈഹി ഇസ്ലാമിന്റെ കാലത്ത് ആ സാഹിബന്മാരെന്താ ചെയ്ത് വടിയും കയറൊക്കെ പാമ്പായി കാണിച്ചു കൊടുത്തോ അതുപോലെയുള്ള സിഹറിന്റെ ഇനങ്ങൾ ഇതെല്ലാം സിഹറാണ്. ഇത് അപകടം പിടിച്ച ഒരു കാര്യമാണ്. ഇതൊക്കെ ശൈത്താന്റെ സഹായത്തിലൂടെ ചെയ്യുന്ന ആളുകളൊക്കെ സാഹിറന്മാരാണ്. അതാണ് അതിന്റെ ഹക്ക്. അപ്പോ അങ്ങനെ പിശാചിന് സേവനം ചെയ്യാതെ ഒരാൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല? സിഹർ ചെയ്യാൻ സാധിക്കില്ല. അതുകൊണ്ടാണ് പിന്നെ ശിർക്കാണ് എന്ന് പറയാനുള്ള കാരണം. وربما تقرب إليهم بما يحبون ليقوموا بخدمته ومطلوبه. അതുകൊണ്ട് തന്നെ ശൈത്താന്റെ ഇഷ്ടം നേടിയെടുക്കാനുള്ള കാര്യങ്ങൾ ചെയ്തുകൊണ്ട് ആ പിശാചിനോട് അടുപ്പം നേടിയെടുക്കാൻ ഈ സാഹിറന്മാർ അവരുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ വേണ്ടി എന്തൊരു ഖിദ്മത്ത് ചെയ്യാനും തയ്യാറാകും. അത് ഒന്നാമത്തെ രീതി ശിർക്കാവുന്നത്. രണ്ടാമത്തേത് ومن جهة ما فيه من دعوى علم الغيب ودعوى مشاركة الله في علمه وسلوك الطرق المفضية إلى ذلك. രണ്ടാമത്തെ രീതി എന്തുകൊണ്ടാണ് ശിർക്കാവുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാഹിർ എന്ത് വാദിക്കുന്നുണ്ട്? മിൻ ദഅ്വ ഇൽമിൽ ഗൈബ്, അദൃശ്യജ്ഞാനമുണ്ട് എന്ന് വാദിക്കുന്നുണ്ട്. ഇപ്പോ സാഹിറായിട്ടുള്ള ഒരാള് അവൻ പലതരത്തിലുള്ള കാര്യങ്ങൾ പറയുകയും ചെയ്യുകയൊക്കെ ചെയ്തിട്ട് ഈ പിശാചിന്റെ സഹായത്തോടു കൂടി അറിയാത്ത കാര്യങ്ങൾ അഥവാ മറ്റുള്ള ആളുകൾക്ക് ഇപ്പോൾ വരുന്ന ആൾക്ക് അറിയണ്ടാവില്ല, പക്ഷെ ഈ പിശാച് മുഖേന ഇവനുമായി ബന്ധമുള്ള പിശാച് മുഖേന ഇവൻ ചില കാര്യങ്ങൾ അറിയിച്ചു കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ ആ നിലക്ക് അദൃശ്യമായ കാര്യങ്ങൾ അറിയാം എന്നീ സാഹിർ വാദിക്കുന്നുണ്ട്. അദൃശ്യമായ കാര്യങ്ങൾ അറിയാം എന്നീ സാഹിർ വാദിക്കുന്നുണ്ട്. ഇതെന്താണ്? വദഅ്വ മുശാറഖത്തില്ലാഹി ഫീ ഇൽമിഹി വസുലൂഖ് തുർഖിൽ മുഫ്ദി ഇലാ ദാലിക്. ഇത് അള്ളാഹുവിന് മാത്രം ഖാസായിട്ടുള്ള പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തിൽ എനിക്കും കഴിയുമെന്ന് പറയുന്നത് മുഖേന അള്ളാഹുവിൽ തന്നെ പങ്കുചേർക്കലാണ്, ശിർക്കാണ്. അതായത് അള്ളാഹുവിന് മാത്രം അറിയുന്ന കാര്യമാണ് ഇൽമുൽ ഗൈബ്. അത് ഒരാൾക്ക് എനിക്കറിയാമെന്നൊരാൾ വാദിക്കുകയാണെങ്കിൽ ഞാനും അള്ളാഹുവും ഒരുപോലെയാണ് ആ വിഷയത്തിൽ എന്ന് പറയുന്നതിന് തുല്യമാണ്. അതുകൊണ്ട് തന്നെ ഒന്ന് പിശാചിനെ ഖിദ്മത്ത് ചെയ്യുന്ന രീതിയിലൂടെ
രണ്ട്, അള്ളാഹുവിന് മാത്രം ഖാസായ കാര്യങ്ങൾ എനിക്കുണ്ട് എന്ന് പറയുന്നതിലൂടെ എല്ലാം ഈ സിഹർ എന്നുള്ള കാര്യം ഷിർക്കായി മാറുന്നു. വദാലിക മിൻ ശുഅബി ശിർക്ക് വൽ കുഫർ, ഇങ്ങനെ വാദിക്കുക എന്നുള്ളത് ഷിർക്കിന്റെയും കുഫറിന്റെയും ഇനത്തിൽപ്പെട്ടതാണ്. വഫീഹി അയ്ളൻ മിന തസറുഫാത്തിൽ മുഹറമ, അതുപോലെ തന്നെ വ്യത്യസ്തമായിട്ടുള്ള ഹറാമായ കാര്യങ്ങൾ സിഹറുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നുണ്ട്. പല രീതിയിലുണ്ട് സിഹറിന്റെ പല, അതായത് പിശാചിനെ ഇഷ്ടപ്പെടുത്തുക എന്നുള്ളതാണ്. ഇപ്പോ ഉദാഹരണം പറയുകയാണെങ്കിൽ അവര് ഖുർആനിന്റെ ആയത്തുകൾ അവർ ഖുർആനിൽ സിഹർ ചെയ്യും. അവർ അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഖുർആനിന്റെ ആയത്തുകൾ അവർ എഴുതും. എങ്ങനെയെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്ത്രീകളുടെ ഹൈദിന്റെ രക്തം കൊണ്ടൊക്കെ ഖുർആനിന്റെ ആയത്തുകൾ എഴുതും, നഊദു ബില്ലാഹ്. അല്ലെങ്കിൽ ഖുർആനിന്റെ ആയത്തുകൾ തല തിരിച്ചെഴുതും, നേരെ എഴുതുന്നതിന് പകരം ഒരറ്റത്തുനിന്ന് തിരിച്ച് വേറെ അറ്റത്തുനിന്ന് എഴുതും. അങ്ങനെ ഖുർആനിനെ ഇകഴ്ത്താൻ വേണ്ടിയിട്ട്, കാരണം പിശാച് പറഞ്ഞിട്ടുണ്ടാവും ഖുർആനിനെ ഇകഴ്ത്തി കാണിക്കണം എന്നുള്ളത്, അതിനു വേണ്ടി ഖുർആനിനെ ഇകഴ്ത്തും. അതുപോലെ ഖുർആനിൽ മ്ലേച്ഛതകൾ വരുത്തി വെച്ച്, അല്ലെങ്കിൽ അവർ ചെയ്യുന്ന കാര്യങ്ങൾ പറയാണ്, അതിൽ മലമൂത്ര വിസർജനം നടത്തുന്ന, നഊദു ബില്ലാഹ്, അങ്ങനെ ചെയ്യുന്ന, അതായത് പിശാചിനെ തൃപ്തിപ്പെടുത്താൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പൊ ഇങ്ങനെയൊക്കെ പല രീതിയിൽ അവർ സിഹർ ചെയ്യും, ആ സിഹറിന്റെ രീതിയിൽപ്പെട്ടതാണ്. അപ്പോൾ പല ഹറാമായ പ്രവർത്തനങ്ങൾ അതുമായി ബന്ധപ്പെട്ട് വരും. വൽ അഫ്ആലുൽ ഖബീഹ, വളരെ മോശപ്പെട്ട കാര്യങ്ങൾ അവർ ചെയ്യും. കൽ ഖത്ൽ, അതിന് കൊലപാതകം വരെ ചെയ്യും. വതഫ്രീഖ് ബൈനൽ മുതഹാബ്ബൈൻ, രണ്ട് ഇഷ്ടമുള്ള ആളുകൾക്കിടയിൽ അവർ ഭിന്നിപ്പുണ്ടാക്കും. വസ്സർഫി വൽ അത്ഫി വസ്സഇ ഫീ തഗ്യീരിൽ ഉഖൂൽ, അതുപോലെ തന്നെ രണ്ടാളുകൾ തമ്മിൽ സ്നേഹബന്ധം ഉണ്ടാക്കും, രണ്ടാളുകളെ തെറ്റിക്കും, ആളുകളുടെ ബുദ്ധിയെ തിരിച്ചു കളയും, അങ്ങനെ കാര്യങ്ങൾ. വഹാദാ മിൻ അസ്ബഇൽ മുഹറമാത്ത്, ഇതെല്ലാം ഏറ്റവും മ്ലേച്ഛമായിട്ടുള്ള ഗൗരവമുള്ള പാപങ്ങളാണ്, ഹറാമുകളാണ്. വദാലിക മിന ശിർക്കി വവസാഇലിഹി, അതൊക്കെ ശിർക്കും അല്ലെങ്കിൽ ശിർക്കിലേക്ക് എത്തിക്കുന്ന കാര്യങ്ങളുമായിട്ടേ ആ കാര്യങ്ങൾ വരികയുള്ളൂ. വലിദാലിക തഈനു ഖത്ലി സാഹിർ ലിശിദ്ദതി മദറതിഹി വഇഫ്സാദിഹി, അതുകൊണ്ടാണ് സാഹിറിനെ വധിക്കണം എന്നുള്ള നിയമം വെക്കാനുള്ള കാരണം. നമ്മൾ കഴിഞ്ഞ ബാബിന്റെ അവസാനം പറഞ്ഞു, സഹാബികളിൽ നിന്നെല്ലാം ഉദ്ധരിച്ചിട്ടുള്ള ഉമർ റളിയല്ലാഹു അൻഹു ഖിലാഫത്തിന്റെ കാലത്ത് മറ്റുള്ള നാടുകളിൽ ഒരു നാട്ടിലെ ഗവർണർ കത്തയച്ചിട്ട് 3 സാഹിറന്മാരെ വധിച്ചിട്ടുണ്ട് എന്നുള്ളത്. അപ്പോൾ അവരെ വധിക്കുക എന്നുള്ള നിയമം വരാനുള്ള, അത്രയും ഗൗരവം വരാനുള്ള കാരണം ഇതാണ്. വമിൻ അൻവാഇഹി അൽവാഖിയ ഫീ കസീരി മിനൻ നാസ്, അതിന്റെ ഇനത്തിൽപ്പെട്ട ജനങ്ങൾക്കിടയിൽ ധാരാളം സംഭവിക്കുന്ന ഒരു കാര്യമാണ് അന്നമീമ, നമീമത്ത്, ഏഷണി എന്നുള്ളത്. ഈ ബാബിൽ നമ്മൾ പറഞ്ഞു. ലിമുശാറകതിഹാ ലിസ്സിഹ്രി ഫി തഫ്രീഖ് ബൈനൻ നാസ്, അതും ശിർക്കുമായിട്ടുള്ള ബന്ധം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിഹ്ർ കൊണ്ടും ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കും, ഈ നമീമത്ത് കൊണ്ടും ആളുകളുടെ ഇടയിൽ ഭിന്നിപ്പുണ്ടാക്കും. വതഗ്യീരി ഖുലൂബിൽ മുതഹാബ്ബൈനി വതൽഖീഹി ശുറൂർ, പരസ്പരം ഇഷ്ടമുള്ള ആളുകൾക്കിടയിൽ ഭിന്നിപ്പുണ്ടാക്കി ഷർറുണ്ടാക്കുന്ന അവസ്ഥയുണ്ടാകും. ഫസ്സിഹ്ർ അൻവാഉൻ വദറകാതുൻ, സിഹ്ർ എന്നുള്ളത് വ്യത്യസ്ത ഇനങ്ങളും വ്യത്യസ്ത അവസ്ഥകളിലുമുണ്ട്, വ്യത്യസ്ത തട്ടുകളിലുമുണ്ട്. ബഅദുഹാ അഖ്ബഹു വഅസ്ഫൽ മിൻ ബഅദ്, ചിലത് മറ്റേതിനേക്കാൾ മോശമായിട്ടുള്ള നീചമായിട്ടുള്ളതായിരിക്കും ചിലത് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയുകയാണ്. അപ്പൊ ഇതാണ് സിഹറുമായി ബന്ധപ്പെട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം. നമ്മൾ ഈ സിഹറിനെ ഞാൻ പറഞ്ഞല്ലോ, നമ്മുടെ നാടുകളിലെല്ലാം വളരെ തുച്ഛമായി നടക്കുന്ന ഒരു കാര്യമാണ്. വളരെ തുച്ഛമായി ദീനില്ലാത്ത ആളുകൾ, മുസ്ലിമീങ്ങൾക്കകത്ത് തന്നെ പല ആളുകളും 100, 300, 500 ഒക്കെ കൊടുത്തിട്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ സാധിക്കും. അപ്പോ നമ്മൾ അതിനുള്ള എല്ലാം അള്ളാഹുവിന്റെ ഇതിനെ കൊണ്ടല്ലാതെ, അള്ളാഹുവിന്റെ തീരുമാനം കൊണ്ടല്ലാതെ ഒരാൾക്കൊന്നും ബാധിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ അദ്കാറുകൾ, അതുപോലെ തന്നെ ദുആകൾ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുക എന്നീ കാര്യങ്ങളൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തേണ്ടതും സൂക്ഷിക്കേണ്ടതുമാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അടുത്തത് ബാബു മാ ജാഅ ഫിൽ കുഹാനി വനഹ്വിഹിം, സിഹറുമായി ബന്ധപ്പെട്ട് തന്നെ മനസ്സിലാക്കിയിരിക്കേണ്ട അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് കുഹാൻ. കുഹാൻ എന്ന് പറഞ്ഞാൽ പൊതുവെ ജ്യോത്സ്യന്മാർ, അതുപോലെയുള്ള ഇനത്തിൽപ്പെട്ട ആളുകളുണ്ടല്ലോ, ജ്യോത്സ്യന്മാരായിട്ടിരിക്കുന്ന, ഇൽമുൽ ഗൈബ് വാദിക്കുന്ന, അദൃശ്യജ്ഞാനമുണ്ട് എന്ന് വാദിക്കുന്ന ആളുകൾ. ഒന്നെങ്കിൽ അവർ വാദിക്കുന്നത് വരാൻ പോകുന്ന കാര്യങ്ങളൊക്കെ അറിയാമെന്ന് നിൽക്കാവും, അതല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സാധനം കാണാതെ പോയി, ഒരാളുടെ ഒരു വസ്തു കാണാതെ പോയി, അത് എവിടെയാണുള്ളത് എന്ന് എനിക്കറിയാമെന്ന നിലക്കൊക്കെ, അങ്ങനെയൊക്കെ ജ്യോത്സ്യന്മാരുടെ ഇനത്തിൽപ്പെടുന്ന, അതിന് എന്ത് പേരിട്ട് വിളിച്ചാലും, ഏത് മതത്തിൽ എന്ത് പേരിട്ട് വിളിച്ചാലും ആ വഴി ചെയ്യുന്ന ആളുകൾ, മുനഹ്വിഹിം, അതുപോലെയുള്ള ആളുകൾ. روى مسلم في صحيحه عن بعض أزواج النبي صلى الله عليه وسلم عن النبي صلى الله عليه وسلم قال,
സ്വഹീഹ് മുസ്ലിമിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ചില പത്നിമാരിൽ അത് ഹഫ്സ ബീവിയാണ് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ടുള്ളത്. ഹഫ്സ റളിയല്ലാഹു അൻഹയിൽ ഉദ്ധരിക്കാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മൻ അതാ അറാഫൻ ഫസഅലഹു അൻ ഷൈഇൻ, ആരെങ്കിലും ഒരു അറാഫിന്റെ അടുക്കൽ, അതുപോലെ ഈ പറഞ്ഞ പോലെ അദൃശ്യജ്ഞാനം വാദിക്കുന്ന ജ്യോത്സ്യനായിട്ടുള്ള ആ നിലക്കുള്ള ഒരാളുടെ അടുക്കൽ വരികയും ചെല്ലുകയും ഫസഅലഹു അൻ ഷൈഇൻ, എന്നിട്ട് എന്തെങ്കിലും ഒരു കാര്യത്തെക്കുറിച്ച് ചോദിക്കുകയും ചെയ്യുകയാണ് എങ്കിൽ ഫസദ്ദഖഹു, എന്നിട്ട് അയാൾ പറഞ്ഞ മറുപടി അത് സത്യപ്പെടുത്തുകയും അത് ശരിയാണ് സത്യമാണ് സത്യപ്പെടുത്തുകയും ചെയ്യുകയാണ്, ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമൻ, ആ വ്യക്തിയിൽ നിന്ന് 40 ദിവസത്തെ നിസ്കാരം സ്വീകരിക്കപ്പെടുകയില്ല എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാം. അപ്പൊ ഇതുപോലെ അദൃശ്യമായ ജ്ഞാനങ്ങൾ വാദിക്കുന്നത് രണ്ട് രീതിയിലാണ് പ്രധാനമായിട്ടുണ്ടാവുക. ഒന്നാമത്തെ കൂട്ടം ആളുകൾ അവരെങ്ങനെയാണ്, അവർ ഈ പറഞ്ഞ പോലെ വരാൻ പോകുന്ന കാലത്ത് കാര്യങ്ങൾ ഇതിൽ വരുന്നുണ്ട്, ഇതിൽ വ്യത്യസ്തമായിട്ട് ഏകദേശം പറയുന്നുണ്ട്. എന്നാലും സൂചിപ്പിക്കാൻ, അഥവാ ഭാവിയിൽ നടക്കാൻ പോകുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള അറിവുണ്ട് എന്ന് പറയുന്നത് ഇവരെങ്ങനെയാണ് കേൾക്കുന്നത്? പിശാചുക്കളിൽ നിന്ന് കട്ട് കേട്ടുകൊണ്ട് പറയുന്നതാണ്. നമ്മൾ ഈ കിതാബ് തൗഹീദിന്റെ ആദ്യത്തിൽ പറഞ്ഞിട്ടുണ്ട്. രണ്ടാമത്തേത് ഈ കാണാതെ പോയ വസ്തുക്കൾ, അതുപോലെ പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി കൊടുക്കുന്നതാണ്, അല്ലെങ്കിൽ പറഞ്ഞ് ആ കാര്യങ്ങളെ പറഞ്ഞു കൊടുക്കുന്ന ആൾ. ഇതും പിശാചുക്കളുടെ സഹായത്തോടു കൂടി നടക്കുന്ന കാര്യമാണ്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ, അതിപ്പോ തങ്ങൾ എന്നുള്ള പേരിട്ടുള്ള ആളാണെങ്കിലും ജ്യോത്സ്യൻ എന്നുള്ള പേരിട്ടുള്ള ആളാണെങ്കിലും ഇനി വേറെ ഏതെങ്കിലും പേരിട്ടുള്ള ആളാണെങ്കിലും, അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം അവന്റെ ജീവിതത്തിലെ ഇപ്പോ കൈ നോക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ തന്നെ അങ്ങനെ കുറെ വ്യത്യസ്ത ഇനങ്ങളുണ്ടല്ലോ, എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്യും, കൈ നോക്കുന്നത് പോലെയുള്ള, അതൊക്കെ ഈ ഇനത്തിൽപ്പെട്ടതാണ്. അതായത് ഇൽമുൽ ഗൈബ്, അദൃശ്യമായിട്ടുള്ള ഒരു അറിവിനെ സംബന്ധിച്ച് പറയുന്ന ആള്, അതാണ് അതുകൊണ്ട് ഉദ്ദേശം. അപ്പൊ അങ്ങനെയുള്ള ആളുകളുടെ അടുക്കിലേക്ക് പോയിട്ട് എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ്. ഇപ്പൊ മുസ്ലിമീങ്ങളൊക്കെ കാണാം, ഇപ്പൊ പിന്നെ ഏതെങ്കിലുമൊക്കെ സ്ഥലത്ത് പുറത്തോ അല്ലെങ്കിൽ വീടുകളിലൊക്കെ കുറച്ചു കാലം മുമ്പ് കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അപ്പോ ഇന്ന് കുറച്ചുകൂടി കുറവാണെന്ന് തോന്നുന്നു. പിന്നെ ഇങ്ങനെ കൈ നോക്കി തരാന്നൊക്കെ വീട്ടിൽ വന്നിട്ട് മുസ്ലിങ്ങൾക്ക് അറിയില്ല ഇത് തെറ്റാണെന്നോ ഇത് എന്ത് ഗൗരവമുള്ള കാര്യമാണെന്നോ ഒന്നും അറിയില്ല. നോക്കിക്കോട്ടെ, എന്നിട്ട് എന്തൊക്കെയാ ഭാവിയിൽ എന്തൊക്കെയാ ഉണ്ടാവുക ഒന്ന് പറഞ്ഞോ, എന്നിട്ട് കേൾക്കും, എന്നിട്ട് അതും വിശ്വസിച്ച് കിടക്കും. അങ്ങനെയൊക്കെ ആളുകളുണ്ട്, മുസ്ലിങ്ങളുണ്ട്. നേരിട്ട് ജ്യോത്സ്യന്മാരടുത്ത് പോകുന്ന മുസ്ലിം സ്ത്രീകളും പുരുഷന്മാരും തന്നെ ധാരാളമുണ്ട്. മുസ്ലിം പേര് തങ്ങള് അങ്ങനെ പേരിലെടുത്തൊക്കെയല്ല, ഈ പിന്നെ മറ്റുള്ള വിശ്വാസത്തിലുള്ള ജ്യോത്സ്യൻ എന്നറിയപ്പെടുന്ന ആളുകളുടെ അടുക്കിലേക്ക് തന്നെ ചെല്ലുന്ന മുസ്ലിമീങ്ങൾ, മുസ്ലിം പേരുള്ള ആളുകൾ നമ്മുടെ നാടുകളിലുണ്ട്. അത്രയും ഒരു ജഹലിലാണ് നമ്മുടെ ഈ ഉമ്മത്തുള്ളത്. അപ്പോ നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ഗൗരവത്തിൽ പറഞ്ഞു കൊടുക്കണം, ഗൗരവത്തിൽ ഓർമ്മപ്പെടുത്തേണ്ട കാര്യമാണ്. ഇവിടെ പറയാണ്, അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ, ഈ ഇനത്തിൽപ്പെടുന്ന ഏതൊരാളുടെ അടുക്കലേക്കും പോവുകയും എന്തെങ്കിലും ഒരു കാര്യം ചോദിക്കുകയാണ്, എന്റെ രോഗം മാറോ, അല്ലെങ്കിൽ എനിക്ക് ജോലി കിട്ടുമോ, അതിന്റെ ഇന്ന സാധനം കാണാനില്ല, ഇന്നതൊക്കെ പോയി, അതെവിടെ ഉണ്ടാവുക, അങ്ങനെ എന്തൊരു കാര്യം ചോദിക്കുകയും അയാൾ ഒരു മറുപടി പറഞ്ഞത് കേൾക്കുകയും ചെയ്തു. ഫസദ്ദഖഹു, അതിനെ സത്യപ്പെടുത്തുകയും ചെയ്തു. അത് ശരിയാണെന്ന് പറഞ്ഞു. ചോദിച്ചാൽ മതി, അപ്പൊ തന്നെ ചോദിക്കണം തോണ്ടാ, സത്യപ്പെടുത്താനാണ് ചോദിക്കണത്. ഒരാൾ പറയുന്നത് ഞാൻ വിശ്വസിക്കൂല എന്ന് വിചാരിച്ച ആരെങ്കിലും പോയി ചോദിക്കുവോ? ഇല്ല. ആ ചോദിക്കുന്നതിനെ ഈ ഉദ്ദേശത്തിലാണ്. അങ്ങനെ ചോദിക്കുകയും സത്യപ്പെടുത്തുകയും ചെയ്താൽ ലം തുഖ്ബൽ ലഹു സ്വലാത്തുൻ 40 യൗമൻ, 40 ദിവസത്തേക്കുള്ള അവന്റെ നിസ്കാരം അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുകയില്ല എന്ന് പറയാണ്. അപ്പൊ അത്ര ഗൗരവമുള്ള കാര്യമാണ്. ഒരു അമല് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ അടുക്കൽ സ്വീകരിക്കപ്പെടാതിരിക്കാനുള്ള കാരണമായിട്ടുള്ള അത്രയും ഗൗരവമുള്ള കാര്യമാണത്. ഇനി ആ പ്രവർത്തനത്തിന്റെ പിന്നെ രീതിയും പിന്നെ അങ്ങനെ ഓരോന്ന് മാറുന്നതനുസരിച്ചിട്ട് അത് ശിർക്കുൻ അക്ബറായി മാറുന്ന അവസ്ഥയും ഉണ്ടാകും. അത് വലിയ ഒരുപാട് ആളുകളെ ബാധിച്ചിട്ടുള്ള, അതുപോലെ തന്നെ സംഭവിച്ചിട്ടുള്ള കുറ്റമാണത്. അത് വലിയ തെറ്റാണ്. ഇനി ആ കാര്യത്തെ മുഴുവൻ ആശ്രയിച്ച് അല്ലെങ്കിൽ അതാണ് സത്യം, അല്ലെങ്കിൽ ഇതേ സംഭവിക്കുള്ളൂ അങ്ങനെയൊക്കെ വിചാരിച്ചു പോകുമ്പോഴത്തേനും കുഫറായി മാറും. കുഫറായിട്ട് മാറുന്ന അവസ്ഥയാണ് ഈ ജ്യോത്സ്യം എന്നുള്ളത്. അടുത്ത ഹദീസ് വഅൻ അബീ ഹുറൈറത റളിയല്ലാഹു അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖാല മൻ അതാ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹു പറയാണ് ഒരു ഹദീസ്, പിന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറഞ്ഞത്, മൻ അതാ കാഹിനൻ, ആരെങ്കിലും ഈ ജ്യോത്സ്യന്മാരുടെ അടുക്കലേക്ക് അല്ലെങ്കിൽ ഇതുപോലെയുള്ള ആളുകൾക്ക് അടുക്കിലേക്ക് എത്തുകയാണ്, ഫസദ്ദഖഹു ബിമാ യഖൂൽ, അങ്ങനെ അവൻ പറഞ്ഞതിനെ സത്യപ്പെടുത്തുകയാണ്, ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ,
അവൻ എന്ത് ചെയ്തിരിക്കുന്നു, അവൻ എന്താണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയിട്ടുള്ളത്, അഥവാ ഈ ദീനിൽ, ഈ വഹയിൽ, ഈ ഖുർആനിൽ എല്ലാം അവൻ കുഫറിലായിരിക്കുന്നു, അവൻ അതിനെല്ലാം നിഷേധിയായി തീർന്നിരിക്കുന്നു എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പറയാണ്. അപ്പോൾ ഗൗരവമുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കിയും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയിട്ടുള്ള ഈ ദീനിലെ, ഈ ഖുർആനിനെ, ഈ വഹീനെ അതിൽ കാഫിറാകുന്ന, അതിൽ കുഫറിലാകുന്ന കാര്യമാണ് ഈ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോവുക, ആ ജ്യോത്സ്യന്മാരെ സത്യപ്പെടുത്തുക, അതുപോലുള്ള കാര്യങ്ങൾ ചോദിക്കുക എന്നുള്ളതെല്ലാം. മറ്റൊരു റിവായത്ത് വലിൽ അർബഅത്തി വൽ ഹാക്കിം വഖാല സഹീഹുൻ അലാ ശർത്തിഹിമാ അനി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മൻ അതാ അറാഫൻ ഔ കാഹിനൻ ഫസദ്ദഖഹു ബിമാ യഖൂൽ ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. നേരത്തെ പറഞ്ഞ അതേ ആശയം തന്നെ. ആരെങ്കിലും ഒരു ജ്യോത്സ്യന്റെ അടുക്കൽ, അത് ഭാവി അറിയുന്ന ആളായിക്കൊണ്ടാവട്ടെ, അല്ലെങ്കിൽ കളഞ്ഞുപോയ എന്തെങ്കിലും കാര്യം പറയുന്ന ആളാവട്ടെ, എന്തിനെ പറ്റി പറയുന്ന ആളാണെങ്കിലും അങ്ങനെയുള്ള ആളുകളുടെ അടുക്കൽ ചെല്ലുകയും സത്യപ്പെടുത്തുകയും ചെയ്താൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയതിൽ അവൻ കാഫിറായിരിക്കുന്നു എന്ന് പറയാം. وعن عمران بن حسين رضي الله عنه مرفوعا ഇമ്രാൻ ഇബ്നു ഹുസൈൻ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന ഒരു ഹദീസിൽ മർഫൂആയി കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ലൈസ മിന്നാ മൻ തതയ്യറ ഔ തുതയ്യറ ലഹു, നമ്മിൽ പെട്ടവനല്ല പക്ഷിയുടെ വെച്ച് ഈ ശകുനം നോക്കുന്നവനും അത് നോക്കാൻ ആവശ്യപ്പെട്ടവനും നമ്മിൽപ്പെട്ടവനല്ല. ഔ തകഹന ഔ തുകുഹിന ലഹു, ജ്യോത്സ്യം ചെയ്യുന്നവനും ആ ജ്യോത്സ്യം ചെയ്യാൻ വേണ്ടി അതിനാവശ്യപ്പെടുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. ഔ സഹറ ഔ സുഹിറ ലഹു, സിഹർ ചെയ്യുന്നവനും സിഹർ ചെയ്യാൻ വേണ്ടി ആവശ്യപ്പെടുന്നവനും നമ്മിൽപ്പെട്ടവനല്ല. വമൻ അതാ കാഹിനൻ ഫസദ്ദഖഹു, ആരെങ്കിലും ജ്യോത്സ്യന്റെ അടുക്കൽ വരികയും അവനെ സത്യപ്പെടുത്തുകയും ചെയ്താൽ ബിമാ യഖൂലു ഫഖദ് കഫറ ബിമാ ഉൻസില അലാ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഇറങ്ങിയതിൽ അവൻ കാഫിറായിരിക്കുന്നു. അപ്പൊ ഈ കാര്യങ്ങൾ ചെയ്യുന്നവരുടെ മേലെ മാത്രമല്ല. ഇപ്പൊ ചില ആളുകളുണ്ടാവും സിഹർ ചെയ്യുന്ന ആളുടെ മേലെ കുറ്റമുള്ളൂ, ചെയ്യിപ്പിക്കുന്ന ആളുടെ മേലെ കുറ്റമല്ലല്ലോ, അല്ലെങ്കിൽ അത് ചെയ്യാൻ വേണ്ടി പറഞ്ഞ, രണ്ടും ഒരുപോലെയാണ്. സിഹർ ചെയ്യുന്ന ആളാണെങ്കിലും അത് ചെയ്യിപ്പിക്കുന്ന ആളാണെങ്കിലും അവരുടെ ആ ചെയ്ത പ്രവർത്തനത്തിൽ ഒരുപോലെ കുറ്റക്കാരാകുന്ന ഗൗരവമുള്ള കാര്യമാണ് ആ രണ്ടുപേരും ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നേരത്തെ പറഞ്ഞ ഹദീസ് പോലെ തന്നെ കുഫറിലാകുന്ന കാര്യമാണ് ജ്യോത്സ്യന്മാരുടെ അടുക്കിലേക്ക് പോവുക, അതുപോലുള്ള കാര്യങ്ങൾ. ഈ ഹദീസ് വിശദീകരിക്കുന്നിടത്ത് അറാഫ്, കാഹിന് എന്നുള്ള പദങ്ങളുടെ അർത്ഥവ്യത്യാസം ഇവിടെ പറയുന്നുണ്ട്. ഖാല അൽ ബഗവി റഹിമഹുല്ലാ, ബഗവി റഹിമഹുല്ലാ പറയുകയുണ്ടായി, العراف الذي يدعي معرفة الأمور بمقدمات يستدل بها على المسروق ومكان الضالة ونحو ذلك. അറാഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞതുപോലെയാണ്. ഏതുപോലെ? കാണാതായ എന്തെങ്കിലും കാര്യം, കട്ടെടുക്കപ്പെട്ട എന്തെങ്കിലും കാര്യം, നഷ്ടപ്പെട്ടു പോയ എന്തെങ്കിലും കാര്യം, ആ കാര്യം കഴിഞ്ഞു പോയ ഒരു കാര്യം, ആ കാര്യം എവിടെയുണ്ട് എന്ന് പറയുന്ന രീതിയിലുള്ള ആളുകളെയാണ് അറാഫ് എന്ന് പറയുന്നത്. ചില പണ്ഡിതന്മാർ അത് തന്നെയാണ് കാഹിൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. വൽ കാഹിൻ, കാഹിൻ എന്ന് പറഞ്ഞാൽ ഹുവല്ലദി യുഖ്ബിറു അനിൽ മുഗയ്യബാതി ഫിൽ മുസ്തഖ്ബിൽ വഖീല അല്ലദി യുഖ്ബിറു അമ്മാ ഫി ദ്ദമീർ, അതായത് വരാൻ പോകുന്ന കാലത്ത് എന്താണ് സംഭവിക്കുക എന്ന് അറിയിക്കുന്ന ആളുകളാണ് കാഹിൻ എന്ന് പറയുന്നത്. അതായത് രണ്ടും അദൃശ്യമായ ജ്ഞാനത്തെ അറിയുമെന്ന് വാദിക്കുന്നവരാണ്. വേർതിരിച്ച് പറയുകയാണെങ്കിൽ അറാഫ് എന്ന് പറഞ്ഞാൽ കാണാതായ സാധനങ്ങൾ, കട്ടെടുക്കപ്പെട്ട സാധനങ്ങൾ, അങ്ങനെയുള്ള സാധനങ്ങൾക്ക് നടന്ന ഒരു കാര്യത്തെ പറ്റി എന്നാൽ ആളുകൾക്ക് അറിയാത്ത കാര്യങ്ങളെ അറിയുമെന്ന് പറഞ്ഞു കൊടുക്കുന്നവൻ. കാഹിൻ എന്ന് പറഞ്ഞാൽ വരാൻ പോകുന്ന കാലത്തെ പറ്റി, നാളെ ഇന്നത് സംഭവിക്കും, നാളെ നിങ്ങൾക്ക് ഇന്ന ജോലി കിട്ടും, നാളെ ഇന്നാൾ മരിക്കും, അങ്ങനെയൊക്കെ പറയുന്നതാണ് കാഹിൻ എന്ന് പറയുന്നത്. വഖാല അബുൽ അബ്ബാസ് ഇബ്നു തൈമിയ റഹിമഹുല്ലാ, അദ്ദേഹം പറയുന്നു, അറാഫ് അൽ അറാഫ് ഇസ്മുൻ ലിൽ കാഹിൻ, അറാഫ് എന്നുള്ളത് കാഹിന്റെ ഒരു പേര് തന്നെയാണ്. വൽ മുനജ്ജിം വറമ്മാൽ വനഹ്വി മിമ്മൻ യതകല്ലം ഫീ മഅരിഫത്തിൽ ഉമൂരി ബിഹാദി തുറുക്, നക്ഷത്രങ്ങളെ വെച്ചിട്ടുള്ള അറിവ് പഠിച്ചുകൊണ്ട് അല്ലെങ്കിൽ വേറെ കല്ലുകൊണ്ട് കല്ല് വെച്ചിട്ടുള്ള അങ്ങനെയുള്ള എന്തൊരു പ്രവർത്തനം കൊണ്ടും ഇൽമുൽ ഗൈബ് വാദിക്കുന്ന എല്ലാവരെയും ഈ അറാഫ് എന്നുള്ള പദത്തിൽ പറയാം എന്ന് ഇബ്നു തൈമിയ റഹിമഹുല്ലാ പറയുകയാണ്. ചുരുക്കം പറഞ്ഞാൽ ഈ അദൃശ്യജ്ഞാനം വാദിക്കുന്നത് അത് ഗൗരവമുള്ള തെറ്റാണ്. അത് വാദിക്കുന്നത് അയാൾക്ക് പോയി ചോദിക്കുക, അതിനെ സത്യപ്പെടുത്തുക, അത് ചെയ്യിപ്പിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കുഫറാകുന്ന അവസ്ഥയുമാണ്. അതുകൊണ്ട് നാം ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഇപ്പൊ ഇത് നമ്മൾ വിചാരിക്കും തൗഹീദുള്ള ആളുകളുടെ അള്ളാഹു നമ്മെ തൗഹീദിൽ ഉറപ്പിച്ചു നിർത്തുകയും അതിലായി കൊണ്ട് മരിപ്പിക്കുകയും ചെയ്യുമാറാകട്ടെ. തൗഹീദുള്ള ഒരു വ്യക്തി ഇതുപോലുള്ള ഒരു അവസ്ഥയിൽ അകപ്പെട്ട ഒരു സംഭവം കേൾക്കാനിടയായിട്ടുണ്ട് നമ്മുടെ നാടുകളിൽ സംഭവിച്ചത്. നമ്മളൊരു ഇബ്രത്തായിക്കൊണ്ട് ഓർമ്മിപ്പിക്കാൻ,
ആ വ്യക്തിയുടെ മക്കൾക്ക് എന്തോ ഒരു അസുഖം ബാധിച്ചിട്ട് എത്ര ചികിത്സിച്ചിട്ടും മാറുന്നില്ല, പല ചികിത്സകൾ നടത്തി നോക്കി മാറുന്നില്ല, വളരെ ബുദ്ധിമുട്ടില്ല. മക്കൾ കിടന്നിങ്ങനെ പടഞ്ഞ് കരയും, വയറോ എന്തോ വേദന എടുത്തിട്ട് പടഞ്ഞ് കരഞ്ഞുകൊണ്ടേയിരിക്കും, അവർ മാറൂല. അപ്പോ അയാളുടെ മക്കള് ഇങ്ങനെ പടഞ്ഞ് കരയുന്നത് കണ്ടിട്ട് ആദ്യം മകന് വന്നു, പിന്നെ മകൾക്ക് വന്നു, അത് മാറാത്ത അവസ്ഥയായി. ഒരുപാട് കാലം പല ചികിത്സ നോക്കി, ഒന്നും നടക്കുന്നില്ല. അവസാനം ഇതുപോലെയുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആളുകൾ വന്ന് അവരോട് കുടുംബത്തിൽപ്പെട്ട ആരൊക്കെയോ വന്ന് പോയി പറഞ്ഞിട്ട്, തൗഹീദുള്ള ആളാണ്, നല്ല തൗഹീദ് പഠിച്ചിട്ടുള്ള ഒരാളാണ്, പക്ഷെ മക്കൾ കിടന്നിങ്ങനെ പടയുന്നത് കണ്ട് കുറെ ആയി കഴിഞ്ഞപ്പോ ഇങ്ങനെ ഇന്ന സ്ഥലത്തിന്റെ ഒരാളുണ്ട്, അയാളടുത്ത് പോയി കഴിഞ്ഞാൽ ഇങ്ങനെ കുറെ രോഗങ്ങൾ മാറിയതുണ്ട് എന്നൊക്കെ പറഞ്ഞു കേട്ടിട്ട് അയാള് ചെയ്തിട്ടില്ലാത്ത അറിവ് അല്ലാഹു ആലം, പക്ഷെ പലരോടും ചോദിക്കുകയുണ്ടായി, ഞാൻ അങ്ങനെ പോയാലോ, ഞാൻ അങ്ങനെ ചെയ്യട്ടെ എന്ന് ചോദിക്കുകയുണ്ടായി. അപ്പൊ നമ്മൾ വിചാരിക്കും നമുക്ക് ഇന്നൊക്കെ മനസ്സിലായിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കുറച്ച് വെക്കും. പക്ഷേ ചില പരീക്ഷണങ്ങൾ വരുമ്പോഴാണ് എന്തുണ്ടാവുക, ഈ തൗഹീദ് തെളിയിക്കേണ്ടി വരിക, ഈമാൻ തെളിയിക്കേണ്ടി വരിക. അത് പല കാര്യങ്ങൾ വരും. ചിലപ്പോ പിന്നെ ദാരിദ്ര്യം കൊണ്ടാവാം, രോഗം കൊണ്ടാവാം, മറ്റു പല കാര്യങ്ങളുണ്ടാവാം. പക്ഷേ അതുകൊണ്ടാണ് കിതാബ് തൗഹീദൊക്കെ എപ്പോഴും പഠിക്കണം എന്ന് പറയുന്നത്. ഇതിപ്പോ നമുക്ക് അറിയുന്നൊരു കാര്യമായിരിക്കും, അതറിയാലോ, ജ്യോതിഷന്മാർക്ക് പോകരുതെന്ന് അറിയാലോ, കുഴപ്പമൊന്നുമില്ലല്ലോ, അങ്ങനെ ചെയ്യരുതെന്ന് അറിയാലോ. പക്ഷേ ചില പരീക്ഷണ ഘട്ടങ്ങളിൽ ഒരാളുടെ ഖൽബ് തെറ്റിപ്പോകുന്ന അവസ്ഥ നമ്മുടെ നാടുകളിലൊക്കെ ഉണ്ടായിട്ടുണ്ട്. അപ്പോ അതുകൊണ്ടാണ് തൗഹീദ് പഠിച്ചുകൊണ്ടേയിരിക്കണം, ഇതൊരിക്കലും അവസാനിക്കുക. കാരണം കേട്ടില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അതിന്റെ ഗൗരവം മാറിപ്പോകും. ഇപ്പോ ഈ ഒരു കാര്യം നമ്മൾ അറിയാം, പക്ഷെ അത് കേട്ടിട്ടില്ല എങ്കിൽ അതിന്റെ ഗൗരവം നമ്മുടെ ഉള്ളിൽ നിന്ന് പോയി പോകും. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പഠിക്കണം, വീണ്ടും കേൾക്കണം, വീണ്ടും പഠിക്കണം എന്ന് പറയുന്നത്. കാരണം ഇത് തെറ്റിപ്പോയിട്ട് അങ്ങനെ ഒരു കാര്യം ചെയ്തു കഴിഞ്ഞാൽ പിന്നെ എന്താ അർത്ഥമുള്ള ജീവിതത്തിന്റെ ലക്ഷ്യം തന്നെ പഴിച്ചു പോവുകയാണ്. അപ്പോൾ അതുകൊണ്ടാണ് തൗഹീദ് എപ്പോഴും പഠിക്കണമെന്ന് പറയാനുള്ള ഒരു കാരണം. وقال ابن عباس في قوم يكتبون أباجاد. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഒരു കൂട്ടരെ പറ്റി, അഥവാ അബാജാദ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അറബിയിൽ ഇപ്പൊ നമ്മള് 1, 2, 3 അല്ലെങ്കിൽ ABCD എന്നൊക്കെ എടുത്ത് എഴുതുമല്ലോ. പക്ഷെ അറബിയിൽ അങ്ങനെ എണ്ണിട്ട് എഴുതുമ്പോ അറബി ആൽഫബറ്റ്സ് എഴുതുകയാണെങ്കിൽ അല്ലെങ്കിൽ ഹുറൂഫുൽ ഹിജായി എഴുതുകയാണെങ്കിൽ അലിഫ് ബ ത അങ്ങനെയല്ല എഴുതുക. അറബിയിൽ എഴുതുക അലിഫ് ബ ജീം ദാല് ഹ വ സ അങ്ങനെ ഓരോ രീതിയിൽ എഴുതുക. അതിന് അബ്ജദ് എന്ന് പറയും ആ എഴുതുന്ന രീതി. അതായത് അറബിയിലെ അക്ഷരങ്ങൾ ഈ എണ്ണം വെച്ച് എഴുതുമ്പോൾ നമ്മള് മനസ്സിലായല്ലോ, നമ്മൾ ABCD എന്നൊക്കെ ഒരു ഓർഡർ അനുസരിച്ചിട്ട് എഴുതുമ്പോൾ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പോയിന്റ് വൈസാക്കി എഴുതുമ്പോൾ അലിഫ് ബ ത അങ്ങനെയല്ല എഴുതുക, ആ ഓർഡറിലല്ല എഴുതുക. അത് എഴുതുന്ന ഓർഡറിനാണ് അബ്ജദ് എന്ന് പറയാം. ആ അലിഫ് ബ ജീം ദാല് ഹ വ അങ്ങനെ ആ ഓർഡറിൽ അങ്ങനെ പോകും, അങ്ങനെയാണ് എഴുതുക. അപ്പൊ അങ്ങനെ ഈ കള്ളികൾ വരച്ച് എഴുതി സിഹറിന്റെ ഒരു ഇനമാണ് ഈ അറബി അക്ഷരങ്ങൾ എഴുതിയിട്ട് കൊണ്ട് ചെയ്യുന്നത്. ഇപ്പൊ സിഹറിന്റെ ഏടുകൾ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും, ഇങ്ങനെ കള്ളിയൊക്കെ വരച്ച് ഈ അക്ഷരങ്ങളാണ് എഴുതുക. ഈ അക്ഷരങ്ങൾ എഴുതുന്നതുണ്ട്, അതല്ലാതെ വേറെ രീതിയിൽ എഴുതുന്നതുണ്ട്. അപ്പൊ അങ്ങനെ എഴുതുന്നത്, അപ്പൊ അങ്ങനെ ചെയ്യുന്ന ആളുകളെ പറ്റി ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാം. അതുപോലെ തന്നെ വയംബുറൂന ഫിൻ നുജൂം, നക്ഷത്രങ്ങളിലേക്ക് നോക്കി ആ നക്ഷത്രങ്ങളുടെ സ്വാധീനം എത്ര ഉണ്ട്, ഇന്ന നക്ഷത്രം ഇന്ന സ്ഥലത്ത് വന്നാൽ ഇന്ന ആൾക്ക് നല്ലതാണ്, ഇന്ന ആൾക്ക് ദോഷമാണ്, ഇന്ന സ്ഥലത്ത് നല്ലതാണ്, അങ്ങനെയൊക്കെ ചെയ്യുന്ന ആളുകളെ പറ്റി പറയാണ്. മാ അറാ മൻ ഫഅല ദാലിക ലഹു ഇൻദല്ലാഹി മിൻ ഖലാഖ്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു അവരെ പറ്റി പറയാണ്, അവരുടെ വിഷയത്തിൽ അള്ളാഹുവിന്റെ അടുക്കൽ നിന്ന് ഒരു ഓഹരി അവർക്ക് നാളെ പരലോകത്ത് കിട്ടാൻ പോകുന്നില്ല, അല്ലെങ്കിൽ അള്ളാഹുവിൽ നിന്ന് അവർക്ക് ഒരു നേട്ടമോ ഗുണമോ ലഭിക്കാൻ പോകുന്നില്ല എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയാണ്. കാരണം പരലോകത്ത് നഷ്ടക്കാരായിരിക്കും അവർ എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറയുകയാണ്. അപ്പൊ ഇത്രയുമാണ് ഈ ബാബിൽ കൊടുത്തിട്ടുള്ള ഹദീസുകളും അതുപോലെ തന്നെ അസറുകളും എല്ലാം ഉള്ളത്. അപ്പോ അദൃശ്യജ്ഞാനം വാദിക്കുന്ന ആളുകളുടെ അടുക്കൽ അത് ഏത് തരത്തിലാവട്ടെ, പറഞ്ഞല്ലോ ജ്യോത്സ്യനോ അല്ലെങ്കിൽ തങ്ങൾ എന്ന് പറഞ്ഞിരിക്കുകയാണെങ്കിലും കൈനോട്ടക്കാരനാണെങ്കിലും ഇനി വേറെ എന്തെങ്കിലും നെറുക്കിട്ടെടുത്തുകൊണ്ട് അതിനെ വിശദീകരിച്ച് പറയുന്ന ആളാണെങ്കിലും അല്ലെങ്കിൽ അങ്ങനെ പല രീതിയിലുണ്ട്. അപ്പൊ ഏത് രീതിയിലുള്ള ആ രീതിയിലുള്ള കാര്യമാണെങ്കിലും അയാളുടെ അടുത്ത് പോവുക, അയാളുടെ അടുത്ത് കാര്യം ചോദിക്കുക, അതിനെ സത്യപ്പെടുത്തുക, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മുടെ അമല് സ്വീകരിക്കപ്പെടാതിരിക്കുന്ന കുഫറിലാകുന്ന അവസ്ഥയാണ് ഉണ്ടാവുക. അതിന്റെ ഷർഹിൽ ഇമാം സഅദി റഹിമഹുല്ലാഹ് അൽ ഖൗലു സദീദ് എന്ന കിതാബിൽ പറയുന്നത്, ബാബു മാ ജാഅ ഫിൽ കുഹാനി വനഹ്വിഹിം ഐ മിൻ കുല്ലി മൻ യദ്ദഈ ഇൽമൽ ഗൈബ്. എന്താണ് ഈ പിന്നെ കുഹാൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്? ഇൽമുൽ ഗൈബ് വാദിക്കുന്ന ഏതൊരാളിൽ നിന്നും, ആരാവട്ടെ അവരിൽ നിന്നുമല്ല, അതുമായി ബന്ധപ്പെട്ട് ബി ഐ ത്വരീഖ് മിന തുറുഖ്, അതിന് എന്ത് വഴിയിലൂടെ ആണെങ്കിലും, അത് കളം വരച്ചിട്ടാവട്ടെ, നെറുക്കെടുത്തിട്ടാവട്ടെ, പക്ഷിനെ കൊണ്ടുവന്നിട്ടാവട്ടെ, അല്ലെങ്കിൽ എന്ത് കാര്യങ്ങൾ കൊണ്ടാണെങ്കിലും ആ ഇൽമുൽ ഗൈബ് വാദിക്കുന്നവരൊക്കെ ഇതിൽപ്പെട്ടതാണ്. വദാലിക അന്ന അല്ലാഹു തആല ഹുവൽ മുൻഫരിദ് ബിഇൽമിൽ ഗൈബ്. ഇത് പറയാനുള്ള കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ അല്ലാഹു മാത്രമാണ് ഗൈബിയായ അറിവുള്ളവൻ.
فمن ادعى مشاركة الله في شيء من ذلك بكهانة أو عرافة ആരെങ്കിലും ഈ വിഷയത്തിൽ അല്ലാഹുവിൽ പങ്കു ചേർക്കുകയാണ്, അഥവാ ഈ ജ്യോത്സ്യനായിക്കൊണ്ടോ അല്ലെങ്കിൽ ഈ ജ്യോത്സ്യ പണിയിലൊക്കെ അവൻ പറയാൻ ഇൽമുൽ ഗൈബ് എനിക്ക് അറിയാമെന്ന് പറയുകയാണെങ്കിൽ ഔ ഗൈരിഹ, അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും കാര്യം കൊണ്ട് ഔ സദ്ദഖ മൻ ഇദ്ദഅ ദാലിക്, അല്ലെങ്കിൽ അത് വാദിക്കുന്നവനെ സത്യപ്പെടുത്തുകയാണെങ്കിൽ ഫഖദ് ജഅല ലില്ലാഹി ശരീകൻ ഫീമാ ഹുവ മിൻ ഖസായിസിഹി, അവൻ ചെയ്യുന്ന എന്താണ്? അള്ളാഹുവിന് മാത്രം പ്രത്യേകമായിട്ടുള്ള ഒരു കാര്യത്തിൽ അള്ളാഹുവിന് പങ്കു ചേർക്കലാണ്. ഇൽമുൽ ഗൈബ് അള്ളാഹുവിന് മാത്രമേ അറിയുള്ളൂ. വഖദ് കദ്ദബ അല്ലാഹു വറസൂലഹു, അവൻ അള്ളാഹുവിനെയും റസൂലിനെയും കളവാക്കിയിരിക്കുകയാണ്. വകസീറൻ മിനൽ കിഹാനത്തി, അധിക ഈ ജ്യോത്സ്യമായിട്ടുള്ള കാര്യങ്ങളും അൽ മുതഅല്ലിഖതി ബിശ്ശയാത്തീൻ ലാ തഖ്ലു മിന അശ്ശിർകി വതഖറബ് ഇലൽ വസായിത്, അതിൽ ഭൂരിഭാഗവും പിശാചിൽ നിന്ന് ഒഴിവാകാത്ത, അല്ലെങ്കിൽ ശിർക്കിൽ നിന്ന് ഒഴിവാകാത്ത, അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് ഒഴിവാകാത്ത കാര്യങ്ങളാണ്. അല്ലതി തസ്തഈനു ബിഹാ അലാ ദഅവൽ ഉലൂമിൽ ഗൈബിയ്യ, ഈ ഗൈബിയായ അറിവ് അറിയാമെന്നുള്ള നിലക്ക് ഈ പിശാചുക്കളോട് സഹായം തേടുന്ന, അവരെ സഹായം ചോദിക്കുന്ന മുഖേനയാണ് ഈ കാര്യം അവർ ചെയ്യുന്നത്. فهو شرك من جهة الدعوى مشاركة الله في علمه الذي اختص به, അല്ലാഹുവിന് മാത്രമുള്ള ഇൽമുൽ ഗൈബ് അറിയാമെന്നുള്ള വിഷയത്തിൽ വാദിക്കുന്നതോടുകൂടി അവർ ആ വിഷയത്തിൽ ശിർക്ക് ചെയ്തവരാകുന്നു. വമിൻ ജിഹത്തി തഖറബ് ഇലാ ഗൈരില്ലാ, അതുപോലെ തന്നെ അള്ളാഹു അല്ലാതെ മറ്റൊരാളിലേക്ക് സാമീപ്യം തേടിയെന്ന് മുഖേനയും അവൻ ശിർക്ക് ചെയ്ത അവസ്ഥയിലാകുന്നു. അതായത് ഈ ജ്യോത്സ്യന്മാര് ഒന്ന് അള്ളാഹുവിനെ പോലെ ഇൽമുൽ ഗൈബ് അറിയാമെന്ന് വാദിക്കുന്നതിലൂടെ ശിർക്കിലാകുന്നു, അതല്ല അള്ളാഹുവിന് പുറമെ മറ്റൊരാളിലേക്ക് സാമീപ്യം നേടാൻ പിശാചിന്റെ സഹായം കിട്ടാൻ വേണ്ടി പ്രവർത്തിക്കുന്നതിലൂടെ ശിർക്ക് ചെയ്യുന്നവനാകുന്നു. വഫീഹി ഇബ്ആദു ശാരിഇ ലിൽ ഖൽഖി അനിൽ ഖുറാഫാത്തിൽ മുഫ്സിദത്തി ലിൽ അദ്യാൻ വൽ ഉഖൂൽ, അതുകൊണ്ട് തന്നെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള ഖുറാഫാത്തുകളെ, ഇതുപോലെയുള്ള കാര്യങ്ങളെ ഒഴിവായി നിൽക്കണം, അതിനകന്നു നിൽക്കണം എന്നുള്ളത്, ഒരാളുടെ ബുദ്ധിയെയും ഒരാളുടെ ദീനെയും നശിപ്പിച്ചു കളയുന്ന ഈ കാര്യങ്ങളെ ഒഴിവാക്കണമെന്ന്, അതിൽ നിന്ന് അകലണമെന്ന് നിയമമാക്കിയിട്ടുള്ളത് അതുകൊണ്ടാണ് എന്ന് ഇമാം സഅദി റഹിമഹുല്ലാഹ് പറയാണ്. അപ്പോ ഗൗരവമുള്ള വിഷയമാണ്. പിന്നെ ഇതുപോലെ ജ്യോത്സ്യന്മാരുടെ അടുക്കൽ പോവുക എന്നുള്ളതൊക്കെ തൗഹീദിനെ തകർത്ത് കളയുന്ന കാര്യമാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ബാബുകൾ അടുത്ത വർഷം നോക്കാം. സുബ്ഹാനക്കല്ലാഹുമ്മ ബിഹംദിക് അഷ്ഹദു അൻ ലാ ഇലാഹ ഇല്ലാ അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക് വസല്ലല്ലാഹു അലാ നബിയിനാ മുഹമ്മദിൻ വഅലാ ആലിഹി വഅസ്ഹാബിഹി അജ്മഈൻ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.